ഫൈനലി നമ്മുടെ എക്സാം ദിവസം വന്നിരിക്കുകയാണ്. ആൻഡ് ഈ രാത്രി ക്യാൻ മേക്ക് ഓൾ ദ ഡിഫറൻസ് ഇൻ യുവർ ലൈഫ്. എനിക്കറിയാം നിങ്ങളിപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്ന കുറച്ച് പോയിന്റ്സ് മാത്രം നിങ്ങളുടെ മനസ്സിലോട്ട് ഇപ്പോൾ ഒന്ന് തള്ളിക്കേറ്റുക. പോയിന്റ് നമ്പർ 1, ഓവർ തിങ്ക് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ട്രസ്റ്റ് യുവർ പ്രോസസ്. നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട്, ഇതിപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാനുള്ള സമയമാണ്. പോയിന്റ് നമ്പർ 2, നിങ്ങൾ ജയിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സ് ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പോൾ നിങ്ങൾ സ്റ്റക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഏതൊരു ഒരു മാരത്തോൺ വീഡിയോ ഓപ്പൺ ചെയ്യുക, അത് കണ്ടുകൊണ്ടേ ഇരിക്കുക, പോർഷൻസ് അങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഈ രാത്രി ഉറക്കം പോകുന്ന എനിക്കറിയാം, പക്ഷേ അങ്ങനെ ഉറക്കം കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ മാക്സിമം ഉറങ്ങാൻ ശ്രമിക്കുക. നല്ലൊരു ഉറക്കം ഉണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ ബ്രെയിൻ ഫ്രഷ് ആയിട്ടിരിക്കും. ഓർത്തോളൂ, ഒരു പേപ്പർ എന്തായാലും ടഫായിരിക്കും. ആ പേപ്പർ ടഫാണെന്ന് കാണുമ്പോൾ നിങ്ങൾ ഇമോഷണലി എഫക്റ്റഡ് ആവും. അങ്ങനെ ആവരുത്. മറിച്ച് ഓർക്കുക, 1 more പേപ്പർ ഇസ് ഗോയിങ് ടു ബി വെരി ഈസി. അപ്പോൾ എവിടെ നഷ്ടപ്പെട്ടോ അവിടെ ഈ പേപ്പർ തിരിച്ചു പിടിക്കാൻ നിങ്ങൾ നോക്കും. ഇനി എത്ര വലിയ ടഫ് പേപ്പർ വന്നെന്ന് വെച്ചാലും നിങ്ങൾ ആലോചിച്ചാൽ മതി, നിങ്ങൾക്ക് കോൺസെപ്റ്റ്സ് അറിയാം, നിങ്ങൾ അത്ര മണ്ടന്മാരൊന്നുമല്ല. 50% മാർക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് എന്തായാലും മേടിക്കാൻ പറ്റും. അപ്പോൾ 50 മതി, ജയിക്കാൻ 40 മതി, മറന്നു പോകണ്ട. ഈ ഒരു രാത്രി പല ആൾക്കാരും തോക്കും, കാരണം അവർക്ക് പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളും അതുപോലെ തോക്കാൻ വേണ്ടിയിട്ടാണോ വെയിറ്റ് ചെയ്യുന്നത്, അതോ യു വാണ്ട് ടു ഫൈറ്റ് ഹാർഡ് ആൻഡ് മേക്ക് എ ചേഞ്ച്? ചോയ്സ് ഇസ് യോഴ്സ്. ഗുഡ് ലക്ക്.